അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം എന്ന ദൃഢനിശ്ചയത്തിന്റെ വാക്കുകളുമായി ഭാരത മണ്ണിൽ ക്രിസ്തു വിശ്വാസത്തിന്റെ വിത്തുകൾ പാകിയ മാർ തോമാസ് ലീഹായുടെ ജീവിതത്തിൽ നിന്നും ചില സംഭവങ്ങൾ കൂട്ടിയിണക്കി ജിലോങ് സെയിന്റ് സെബാസ്റ്റ്യൻ സീറോ മലബാർ മിഷൻ കാറ്റക്കിസം ഡിപ്പാർട്ട്മെന്റ് അവതരിപ്പിക്കുന്ന മാർവാല. യഹൂദരെ ഭയന്ന് കഥകടിച്ചിരുന്ന ശിഷ്യന്മാർക്ക് ഉദിതനായ ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനായ തോമസ് അപ്പോൾ അവരോടൊത്ത് ഉണ്ടായിരുന്നില്ല. തോമസ്, നീ ഇത് എവിടെയായിരുന്നു? ഗുരു ഉദ്ധിതനായി ഞങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടു. യേശു ഇവിടെ പ്രത്യക്ഷപ്പെട്ടെന്നു എനിക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. സത്യമാണ് തോമസ്, കർത്താവ് പരിശുദ്ധാത്മാനെ നമുക്ക് വാഗ്ദാനം ചെയ്തു. നീ ഒഴികെ മറ്റെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കണ്ടു. അവന്റെ കൈകളും കാലുകളും കണ്ടു. കർത്താവ് നമുക്ക് പാപമോചനത്തിനുള്ള അധികാരവും നൽകിയിട്ടുണ്ട്. അവന്റെ കൈകളിൽ ആണിയുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എന്റെ വിരലിടുകയും അവന്റെ പാർശ്വത്തിൽ എന്റെ കൈകൾ വെക്കുകയും ചെയ്തല്ലാതെ ഞാനിത് വിശ്വസിക്കുകയില്ല. നിങ്ങൾക്ക് സമാധാനം. തോമസ്, ഇവിടെ എന്റെ അടുക്കിലേക്ക് വരൂ. നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക. എന്റെ കൈകൾ കാണുക. നിന്റെ കൈ നീട്ടി എന്റെ പാർശ്വത്തിൽ വെക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. എന്റെ കർത്താവേ, എന്റെ ദൈവമേ. തോമസ്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഉത്ഥാനത്തിന് ശേഷം ഈശോ 40 ദിവസം ശിഷ്യരുടെ ഇടയിൽ പ്രത്യക്ഷനായി ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. പിന്നീട് അവൻ 11 ശിഷ്യന്മാരെയും ബഥാനിയ വരെ കൂട്ടിക്കൊണ്ടുപോയി. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അല്ലയോ ഗലീലിയരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുവിൻ എന്ന ക്രിസ്തുവിൻ്റെ ആഹ്വാനം ഹൃദയത്തിൽ സ്വീകരിച്ച് തോമാസ് ലീഹ ദൈവവചന പ്രഘോഷണത്തിനായി ഇന്ത്യയിലെത്തി. ശിഷ്യനായ മാർത്തോമാ ഭാരതഭൂവിന് റൂഹ നൽകിയ ദാനം കടലും താണ്ടിയണഞ്ഞു മാർത്തോമാ മാമല തിങ്ങും മാമുനിമാരുടെ നാട്ടിൽ അരുമ ശിഷ്യനായ മാർത്തോമാ ഭാരതഭൂവിന് റൂഹ നൽകിയ ദാനം കടലും താണ്ടിയണഞ്ഞു
അസതോമ സദ്ഗമയ പാടുന്നൊരു പ്രിയനാട്ടിൽ അലിവേറും തിരുവചനം പകരാനായി വന്നവനെ. അസതോമ സദ്ഗമയ പാടുന്നൊരു പ്രിയനാട്ടിൽ അലിവേറും തിരുവചനം പകരാനായി വന്നവനെ. അരുമ ശിഷ്യനായ മാർത്തോമാ ഭാരത ഭൂവിനു റൂഹ നൽകിയ ദാനം. AD 52 മുസിരിസ് തുറമുഖത്ത്, അതായത് ഇന്നത്തെ കൊടുങ്ങല്ലൂരിൽ, തോമാസ് ലീഹ ക്രിസ്തു വിശ്വാസത്തിന്റെ വെളിച്ചവുമായി കപ്പലിറങ്ങി. ദൈവവചന പ്രഘോഷണത്താൽ കേരളക്കരയാകെ ക്രിസ്തുവിനായി ആത്മാക്കളെ നേടി. 7 പള്ളികൾ സ്ഥാപിച്ചു. തുടർന്ന് ചോളനാട്ടിലേക്ക്, അതായത് ഇന്നത്തെ തമിഴ്നാട്ടിലേക്ക് സുവിശേഷവുമായി യാത്രയായി. അവിടെ അന്ന് ഭരിച്ചിരുന്ന ചോള പെരുമാളിന്റെ സന്നിധിയിലെത്തി. മഹാരാജാവ് നീണാൾ വാഴട്ടെ. അവിടുത്തെ മുഖം കാണിക്കുവാനായി വ്യാപാരികൾ കാത്തു നിൽക്കുന്നു. വരാൻ പറയൂ. ആജ്ഞ പോലെ രാജൻ. വരണം വരണം. ചോള സാമ്രാജ്യത്തിലേക്ക് സ്വാഗതം. നന്ദി രാജൻ. നമ്മെ അവിടുത്തെ ഒരു സുഹൃത്തായി പരിഗണിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഇദ്ദേഹം ആരാണ്? ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഇത് തോമസ്, ദൂരെ ജെറുസലേമിൽ നിന്നും വരുന്ന ഒരു തച്ചനാണ്. യഹൂദന്മാരുടെ രാജാവായ യേശുവിന്റെ ശിഷ്യനായ ഇദ്ദേഹം ഇവരുടെ ഗുരുവിനെ പറ്റി അങ്ങയുടെ രാജ്യത്തിൽ പ്രഘോഷിക്കുന്നതിനുള്ള അനുവാദവും ലഭിക്കാൻ ആഗ്രഹിക്കുന്നു. അത്ഭുതം തന്നെ. യൂദയായിൽ നിന്നും ഇത്ര ദൂരം സഞ്ചരിച്ച് തന്റെ ഗുരുവിനെ പറ്റി പ്രഘോഷിക്കുന്നുവെന്നോ? ശരി, കേൾക്കട്ടെ. പ്രഭോ, അങ്ങയുടെ ദയയ്ക്ക് നന്ദി. എന്റെ ഗുരു കർത്താവായ ഈശോ മിശിഹ ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ വന്ന ദൈവപുത്രനാണ്. കേൾക്കുവാൻ പുതുമയുള്ള കാര്യങ്ങൾ തന്നെ. കൊള്ളാം. ആട്ടെ, നാം പാശ്ചാത്യ രീതിയിലുള്ള ഒരു രാജമന്ദിരം നിർമ്മിക്കുവാൻ ആഗ്രഹിക്കുന്നു. തച്ചനാണെന്നല്ലേ പറഞ്ഞത്? തോമസിന്റെ സഹായം അതിന് ലഭിക്കുമെങ്കിൽ വളരെ ഉചിതമായിരിക്കും. തീർച്ചയായും മഹാരാജൻ, അങ്ങേക്ക് വേണ്ടി മനോഹരമായ ഒരു കൊട്ടാരം ഞാൻ ഒരുക്കാം. ആരവിടെ? ചെന്ന് തോമസിന് ആവശ്യമായത് പണവും മറ്റ് സഹായങ്ങളും അദ്ദേഹത്തെ ഏൽപ്പിക്കുക. മഹാരാജാവ് നീണാൾ വാഴട്ടെ. ഒരു ദുഃഖവാർത്ത അങ്ങയെ അറിയിക്കാൻ അടിയൻ നിയമിതയായിരിക്കുന്നു. മഹാരാജന്റെ സഹോദരന്റെ വ്യാധി വർദ്ധിച്ചിരിക്കുന്നു. അദ്ദേഹം അങ്ങയെ ദർശിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈശ്വര, എന്ത് പരീക്ഷണമാണിത്! എന്റെ സഹോദരന്റെ വ്യാധി ഭേദപ്പെടുത്തുവാൻ നാം സമീപിക്കാത്ത വൈദ്യന്മാരില്ല. അവന്റെ മരണം എന്റെ കണ്ണുകൾ ദർശിക്കണമെന്നാണോ ഈശ്വര നിശ്ചയം? മഹാരാജാവ് നീണാൾ വാഴട്ടെ. പ്രഭോ, തോമസ് ഒരു വഞ്ചകനാണ്. അങ്ങ് കൊട്ടാരം നിർമ്മിക്കാൻ ഏൽപ്പിച്ച പൊൻപണം അദ്ദേഹം ദരിദ്രരെ സഹായിക്കുന്നതിനായി ഉപയോഗിക്കുന്നു. മാത്രമല്ല, അത് കണ്ടെത്തിയ ഞങ്ങളോട് മഹാരാജന്റെ കൊട്ടാരം ഭൂമിയിലല്ല സ്വർഗത്തിലാണ് പണിയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ആരവിടെ? തോമസിനെ ബന്ധനസ്ഥനാക്കി നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുവിൻ. ആജ്ഞ പോലെ രാജൻ. തോമസ്, നാം എന്താണ് ഈ കേൾക്കുന്നത്? രാജഭണ്ഡാരത്തിൽ നിന്നും കൊട്ടാരം നിർമ്മിക്കുന്നതിനായി വാങ്ങിയ പണം താങ്കൾ മതപ്രഘോഷണത്തിനായി ഉപയോഗിക്കുകയായിരുന്നു? അങ്ങനെയല്ല പ്രഭു. ആ പണം ഞാൻ പാവപ്പെട്ടവർക്ക് ഭക്ഷണവും വസ്ത്രവും നൽകാൻ ഉപയോഗിക്കുകയായിരുന്നു. മഹാരാജാവ് നീണാൾ വാഴട്ടെ.
മഹാരാജന്റെ സഹോദരൻ നാട് നീങ്ങിയെന്ന ദുഃഖവാർത്ത അങ്ങയെ അറിയിക്കേണ്ടി വന്നതിൽ അടിയനോട് ക്ഷമിച്ചാലും. ഈശ്വര, എന്റെ സഹോദരന്റെ മരണം കാണാൻ മാത്രം ഞാൻ എന്ത് പാപം ചെയ്തു? പ്രഭു, അങ്ങയുടെ സഹോദരൻ മരിച്ചിട്ടില്ല. അദ്ദേഹത്തെ മാലാഖമാർ സ്വർഗത്തിൽ അങ്ങേക്കായി പണിതുകൊണ്ടിരിക്കുന്ന കൊട്ടാരം ദർശിക്കുന്നതിനായി കൊണ്ടുപോയിരിക്കുകയാണ്. പൂർണ്ണ ആരോഗ്യവാനായി അദ്ദേഹം അങ്ങയെ സന്ദർശിക്കും. കൊള്ളാം. മഹാരാജനെ വഞ്ചിക്കാൻ കണ്ടുപിടിച്ചിരിക്കുന്ന പുതിയ മാർഗം കൊള്ളാം. ആകർഷണീയമായ വാക്ചാതുര്യം കൊണ്ട് എന്തു നുണയും പറഞ്ഞ് ജയിക്കാമെന്ന വ്യാമോഹം വേണ്ട. സ്വർഗസ്ഥനായ ദൈവമേ, എല്ലാ സത്യവും ഗ്രഹിക്കുന്ന അങ്ങ് ഇപ്പോൾ മഹാരാജാവിന്റെ സഹോദരന് സൗഖ്യം നൽകണമേ. എന്റെ സഹോദരനല്ലേ അത്? മകനെ, നിനക്കെന്ത് സംഭവിച്ചു? നീ എങ്ങനെ സൗഖ്യപ്പെട്ടു? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാനൊരു ഗാഠനിദ്രയിൽ ആണ്ട പോലെ അനുഭവപ്പെട്ടു. ദേവദൂതന്മാരെ പോലെ തോന്നിക്കുന്നവർ എന്നെ സ്വർഗത്തിലേക്ക് സംവഹിച്ചു. അവിടെ അങ്ങേക്കായി പണിതുകൊണ്ടിരിക്കുന്ന മനോഹരമായൊരു കൊട്ടാരം ഞാൻ ദർശിച്ചു. നിദ്രയിൽ ഉണർന്നപ്പോൾ ഞാൻ പൂർണ്ണ ആരോഗ്യവാനായിരിക്കുന്നു. പ്രഭു, അടിയനോട് ക്ഷമിക്കണം. ഞാൻ അങ്ങയെ അവിശ്വസിച്ചു. എന്റെ ദൈവം ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന സർവശക്തനായവനാണ് അങ്ങയുടെ സഹോദരനെ സുഖപ്പെടുത്തിയത്. അവിടുത്തെ മുൻപിലാണ് നാം എല്ലാവരും മുട്ടുകുത്തേണ്ടത്. അങ്ങയുടെ ദൈവം വലിയവനാണ്. ആ ദൈവത്തിലാണ് ഞാനും എന്റെ സഹോദരനും ഇപ്പോൾ മുതൽ വിശ്വസിക്കുന്നത്. മൈലാപ്പൂർ രാജാവിന്റെയും അനുചരന്മാരുടെയും ക്രിസ്തുവിശ്വാസവും ജ്ഞാനസ്നാനവും മറ്റു പലരെയും രോക്ഷം കൊള്ളിച്ചു. അവർ തോമാസ് ശ്ലീഹായെ വധിക്കുവാൻ ഗൂഢാലോചന നടത്തി. AD 72 മൈലാപ്പൂരിലെ ചിന്നമലയിൽ പ്രാർത്ഥനാ നിമഗ്നനായിരുന്ന അദ്ദേഹത്തെ ശത്രുക്കൾ കുന്തം കൊണ്ട് കുത്തിക്കൊന്നു. താൻ നട്ടുവളർത്തിയ ഭാരതസഭയ്ക്കായി അദ്ദേഹം അവസാന തുള്ളി രക്തം വരെ നൽകി. തന്റെ ഗുരുവിനായി രക്തസാക്ഷിയായി മാറി. മലയാറ്റൂർ മലയും കയറി ജനകോടികളെത്തുന്നു. അവിടത്തെ തിരുവടി കാണാൻ പൊന്നും കുരിശുമുത്തപ്പോ. മലയാറ്റൂർ മലയും കയറി ജനകോടികളെത്തുന്നു. അവിടത്തെ തിരുവടി കാണാൻ പൊന്നും കുരിശുമുത്തപ്പോ. പൊന്നും കുരിശുമുത്തപ്പോ പൊന്മലകേറ്റം. പൊന്നും കുരിശുമുത്തപ്പോ പൊന്മലകേറ്റം. മാർ തോമാസ് ലീഹ പകർന്നു നൽകിയ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് നമുക്കും ഈശോ മിശിഹായ്ക്കായി നമ്മെ തന്നെ സമർപ്പിക്കാം. തോമാസ് ലീഹായോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്കും ഏറ്റുപറയാം, മാർ വാല. സാക്ഷികളാവുക നമ്മൾ, ദൈവിക സാക്ഷികളാവുക നമ്മൾ, വിശ്വാസത്തിൽ അടിപതരാതെ. അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം എന്ന ദൃഢനിശ്ചയത്തിന്റെ വാക്കുകളുമായി ഭാരത മണ്ണിൽ ക്രിസ്തു വിശ്വാസത്തിന്റെ വിത്തുകൾ പാകിയ മാർ തോമാസ് ലീഹായുടെ ജീവിതത്തിൽ നിന്നും ചില സംഭവങ്ങൾ കൂട്ടിയിണക്കി ജിലോങ് സെയിന്റ് സെബാസ്റ്റ്യൻ സീറോ മലബാർ മിഷൻ കാറ്റക്കിസം ഡിപ്പാർട്ട്മെന്റ് അവതരിപ്പിക്കുന്ന മാർ വാല.